നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അലാറം ഓഫ് ആവുന്നു, റൂമിലെ കർട്ടൻ ഓപ്പൺ ആവുന്നു, സൺലൈറ്റ് ഉള്ളിലേക്ക് വരുന്നു. അതോടൊപ്പം നമ്മുടെ വീടുകളൊക്കെ വേറൊരു ഷെൽട്ടർ മാത്രമായിരുന്ന കാലമൊക്കെ മാറി. കാരണം ഇനി വീടുകൾ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ജീവിതം ലളിതമാക്കുന്ന ടെക്നോളജിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്മാർട്ട് ഹോമുകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം ഓട്ടോമേഷനിൽ ലൈറ്റ് ഓൺ ചെയ്യാം, ഫാൻ ഓൺ ചെയ്യാം, AC ഓൺ ചെയ്യാം, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻ്റ്ലി ഓട്ടോമേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ജീവിത ഡെയിലി ലൈഫ് മനസ്സിലാക്കുന്ന AI അസിസ്റ്റൻറ്റുകൾ നമ്മൾ ഓരോരുത്തരെയും വീടുകളിലേക്ക് എത്തും. അപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അലാറം ഓഫ് ആവുന്നു, നമ്മുടെ റൂമിലെ കർട്ടൻ ഓപ്പൺ ആവുന്നു, സൺലൈറ്റ് ഉള്ളിലേക്ക് വരുന്നു. അതോടൊപ്പം ബാത്റൂമിലെ വാട്ടർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവുന്നു. പിന്നെ കോഫി ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോഫി മെഷീനിൽ കോഫി പ്രിപ്പയർഡ് ആവുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ജീവിതം ഒന്നും കൂടി ഈസി ആക്കുന്ന രീതിയിലേക്ക് AI നമ്മൾ ഓരോരുത്തരെയും വീടുകളിലേക്ക്. സോളാർ പാനലുകൾ, AIയോട് കൂടിയുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം, മഴവെള്ള ശേഖരണം, ഇതൊക്കെ സ്മാർട്ട് ഹോമുകളുടെ ഭാഗമാവും. ഇപ്പം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ലീക്കേജസ് വരികയാണെങ്കിൽ, ഇലക്ട്രിക്കൽ ഷോർട്ടേജ് വരികയാണെങ്കിൽ, അത് AI ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ലാംബ്രോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഇലക്ട്രീഷ്യൻസിനെ ബുക്ക് ചെയ്യുന്നു. അപ്പം ഇലക്ട്രീഷ്യൻ വീട്ടിൽ വന്നിട്ട് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ AI ആ ഒരു ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് അവിടെ സോൾവ് ചെയ്യുന്നു. അപ്പം അത്രയും നമ്മുടെ ജീവിതം ഈസി ആവും, സിമ്പിൾ ആവും ഈ AI നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിലൂടെ.